ഹലോ, എന്താ സുഖല്ലേ? അങ്ങനെ അനന്തപുരിയിലെ പെൺകോട്ടയിൽ വീണ്ടും ഒരു മൂവി പ്രൊമോഷൻ. ആരാ വന്നേ? മാത്യു തോമസ്. ജെയ്സൺ എന്ന് പറഞ്ഞാലല്ലേ കൂടുതൽ എല്ലാവർക്കും അറിയൂ. നമ്മളെ കോളേജിൽ നിന്ന് ആരെന്നറിയാമോ വരണത്? ആരാ? മാത്യു തോമസ് വരാൻ പോകണം. നിങ്ങൾക്ക് എല്ലാവർക്കും ജെയ്സൺ എന്ന് പറഞ്ഞാലേ അറിയാവൂ ആയിരിക്കും മിക്കായിരിക്കും. ആരാ ജെയ്സൺ? ആരാ? നമ്മൾ രണ്ടുപേരും മാത്രമേ മാത്യു തോമസിനെ കാണും. ഗസ്റ്റ് ഓഡിയൻസ് മാത്യു തോമസിനെ കാണും. ഫൈനലി നമ്മുടെ ജെയ്സൺ വന്നു ഗൈസ്. ആൾക്കാരൊക്കെ ആയിട്ടുള്ള മിഴിയിൽ നിന്നും അങ്ങനെ ജെയ്സൺ റൊമാൻറ്റിക് ആകുമ്പോൾ പാടുന്ന പാട്ട് നമുക്ക് പാടി തന്നിട്ടുണ്ടായിരുന്നേ. അനന്തപുരിയിലെ പെൺകോട്ടയിൽ വന്നാൽ പിന്നെ പാടാതെ എങ്ങനെയാ പോവാ അല്ലേ? പിന്നെ ഒരു കുട്ടി ചോദിച്ചു, നമ്മളെ ജെയ്സൺ, നമ്മൾ മാത്യു തോമസ് സിംഗിൾ ആണോ? അങ്ങനെ അവർക്ക് നമ്മൾ ടാറ്റ ബൈ ബൈ പറയാൻ സമയമായേ. ഷെയ്ൻ വന്നു, ഷറഫ് വന്നു, നിന്റെ കോളേജിൽ എന്നും പ്രോഗ്രാം ആണോ എന്ന് ചോദിക്കുന്നു എല്ലാവരും. നമ്മളിതൊന്നും അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ്. എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. എന്താ സുഖം നിങ്ങൾക്ക്? നമുക്ക് എന്താ അസൈൻമെൻറ്റ് സെമിനാർ എല്ലാ കോളേജും പോലെ തന്നെ ഇടോ. നമുക്ക് അസൈൻമെൻറ്റ് സെമിനാറും എല്ലാം ഇങ്ങനെയാണ്, അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെയാണ് ഇതൊക്കെ. എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ വന്ന് പഠിച്ചാൽ മതിയായിരുന്നു, അയ്യോ ഇവിടെ വരല്ലേ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ പഠിച്ചൊരു വ്യക്തിക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ല. അനന്തപുരിയിലെ പെൺകോട്ട എന്നും എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. എൻ്റെ കോളേജിനെ പറ്റി എല്ലാവരും എൻ്റെ അടുത്ത് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ എപ്പോഴത്തെ പോലെ ലാസ്റ്റ് ആയപ്പോൾ സെൽഫി എടുക്കാനുള്ള ബഹളമായി. ഇന്ന് ഞാൻ അങ്ങോട്ട് പോയില്ല കേട്ടോ. അങ്ങനെ നമ്മളെ സ്വന്തം ജെയ്സൺ നമ്മൾ മാത്യു തോമസിനെ കണ്ടു, ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഞാനും ടാറ്റ ബൈ ബൈ പറഞ്ഞ് കോളേജിൽ നിന്ന് ഇറങ്ങി.